നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മൈത്രേയ മുഹൂർത്തം, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ മാസത്തെ, അതായത് 2025 ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം എന്നാണ്, എത്ര മണിക്കാണ് എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. മൈത്രേയ മുഹൂർത്തം എന്ന വാക്ക് തന്നെ നമ്മൾക്കെല്ലാം മിത്രമായി തീരുന്ന, ഗുണം നൽകുന്ന, മിത്രം എന്ന് പറഞ്ഞാൽ ഗുണമുള്ളവർ, ഗുണം നൽകുന്ന സമയമാവട്ടെ, ഗുണഭാവങ്ങൾ, നമുക്ക് നന്മകൾ നൽകുന്ന ഏതൊന്നിനെയും മൈത്രിയാക്കാം. മൈത്രി എന്ന് പറഞ്ഞാൽ മിത്രതയാക്കാം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചിട്ട് ഒരുപാട് പൂജകളും വഴിപാടുകളും എല്ലാം ചെയ്ത് നിരന്തരം സ്ഥലക്കച്ചവടം നടക്കാത്തവരെ, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടൊരാഗ്രഹമുണ്ട്, ഒരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചു, അത് നടക്കാത്തവർ, അതുപോലെ തന്നെ ഒരു വീട് വാങ്ങണമെന്ന് വിചാരിച്ചു, അത് സാധിച്ചിട്ടില്ല, അതുപോലെ കുട്ടികളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു, അതിന് എല്ലാം പൈസയൊക്കെ ഒരുക്കി വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു തടസ്സങ്ങൾ വരുന്നു. ഓരോ കാര്യത്തിന് ലോണൊക്കെ ഒന്ന് അടച്ചു തീർത്ത് ഒന്ന് സ്വസ്ഥമാവണമെന്ന് ആഗ്രഹിക്കുന്നു, പുതിയ ലോൺ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ബഹുജനം പലവിധമാണ്, ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ ഓരോ തരത്തിലാണ്. അപ്പോൾ നിരന്തരമായി സ്ഥലമൊന്ന് വിറ്റ് കിട്ടിയാൽ ഈ ലോണൊക്കെ ഒന്ന് എടുത്ത് സ്വസ്ഥമാകാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ സ്ഥലക്കച്ചവടം നടന്നിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തണം. ആ സ്ഥലം വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഒരു പുതിയ വീടും വാങ്ങിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ, വലിയ ഭൂമിയാണ്, അത് കുറച്ച് കിട്ടിയാൽ ബാധ്യതകൾ തീർന്നൊരു ചെറിയൊരു വീടും ഇതൊക്കെ മേടിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവും. മകളുടെ കല്യാണം നല്ല രീതിയിൽ നടത്താൻ പറ്റും, അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകാൻ പറ്റും എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വഴിപാടുകളെല്ലാം ചെയ്തിട്ടും പൂർണ്ണഫലം കിട്ടാതെ വിഷമിക്കുന്നവർക്ക് ഒരു പൂജയും വഴിപാടും ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ കയ്യിലുള്ള തുച്ഛമായ സംഖ്യ, 10 രൂപയോ 11 രൂപയോ അല്ലെങ്കിൽ 1 രൂപയോ 1 രൂപയും ഒരു നാണയമോ, ഇതൊക്കെ വച്ചുകൊണ്ട് നമ്മളുടെ വിശ്വാസം ദൈവത്തോടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ പരദേവതകളോടുള്ള, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ തടസ്സവും മാറ്റിത്തരുന്ന ഗണപതി ഭഗവാനോടുള്ള, ഭദ്രകാളിയോടുള്ള വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്ന ഒരു മുഹൂർത്തമുണ്ട്. അതൊരു മാസത്തിൽ ചിലപ്പോൾ 2 എണ്ണം വരും, ചിലപ്പോൾ 1 എണ്ണമേ വരുള്ളൂ. ഇപ്പൊ ധനുമാസത്തിലെ, അല്ലെങ്കിൽ ധനുമാസത്തിലെ ഒരു മൈത്രേയ മുഹൂർത്തമാണ് ഈ 2025 ജനുവരി 8-ാം തീയതിയാണ്. അത് ജനുവരി 8-ാം തീയതി പ്രത്യേകിച്ചും 12:26 PM ശരിക്കും തുടങ്ങുന്നത്. അശ്വതി നക്ഷത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമാണ്. അതുപോലെ തന്നെ മേട രാശിയുമാണ്, ആദ്യത്തെ രാശിയുമാണ്, ആദ്യത്തെ നക്ഷത്രവുമാണ്. അതുപോലെ തന്നെ ആദ്യത്തെ രാശിയിൽ തന്നെ സൂര്യൻ അല്ലെങ്കിൽ ലഗ്നം വരണം. ലഗ്നാധിപനും രാശ്യാധിപനും ഒന്നായി വരുന്ന, രണ്ടും മേടലഗ്നവും മേടക്കൂറുമായി വരുന്ന ആ ദിവസവും, അതുപോലെ വൃശ്ചിക ലഗ്നവും വൃശ്ചിക രാശിയും വരുന്ന അനിഴം നക്ഷത്രവുമാണ് നമ്മൾ മൈത്രേയ മുഹൂർത്തത്തിന് സ്വീകരിക്കുന്നത്. കാരണം രണ്ടും ചൊവ്വയുടെ കാരകത്വമാണ്. അശ്വതി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെയും അതായത് ഭദ്രയുടെയും കാരകത്വമുണ്ട്. അപ്പം അശ്വതി നാളിൽ, അശ്വതിയുടെ അവസാന പാദമാണ് 12:26 PM മുതൽ 1:26 PM വരെ, 2:20 PM വരെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ 26 എന്നൊക്കെ വിട്ടിട്ട് 1 മണി മുതൽ 2 മണി വരെയുള്ള സമയം നമുക്കെടുക്കാം. ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾക്കൊരു കാര്യം പ്രാർത്ഥിക്കാം. വലിയ ചിലവൊന്നുമില്ല. രാശിയിൽ ഇങ്ങനെ കുളിച്ചിട്ട് ജപം എടുക്കണം, വ്രതം വേണം, അതുപോലെ തന്നെ ശരീരശുദ്ധി വേണം, പിളവാലായ്മ, ഇതൊന്നും പ്രശ്നമില്ല. മത്സ്യം കഴിച്ചോ, മാംസം കഴിച്ചോ, അല്ലെങ്കിൽ ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇതൊന്നും നോക്കാതെ
നമുക്ക് ജാതിയും മതവും ഒന്നും നോക്കാതെ ആർക്കും അവർക്ക് ജന്മം നൽകിയ അവരുടെ മാതാപിതാക്കളെ സ്മരിച്ചുകൊണ്ട്, പൂർവികരെ സ്മരിച്ചുകൊണ്ട്, അവരുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരുന്ന മൂർത്തിയാണ് ഗണപതി ഭഗവാൻ. അപ്പം ആ ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് 8/1/2025 ബുധനാഴ്ച 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഒരു പേപ്പറിൽ ആദ്യമായിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ്? ഞാൻ വളരെ കാലമായി ഒരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കാറ് വാങ്ങണമെന്ന എൻ്റെ ആഗ്രഹം ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സ്വാമിയും അമ്മയും കൂടി സാധിച്ചു തരും. ഇതെൻ്റെ വിശ്വാസമാണ്. ഇതിലേക്ക് എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള 11 രൂപ ഞാൻ ഇതിലേക്ക് വയ്ക്കുന്നു. ഈ പണം ഇതിൽ വെച്ചുകൊണ്ട് അടുത്ത മുഹൂർത്തത്തിന് മുമ്പായി അതിനുള്ള വഴി അമ്മ തന്നെ കാണിച്ചു തരണം. അപ്പം എനിക്ക് സ്ഥലം വിൽക്കാനുണ്ട്, അത് വിറ്റിട്ട് കിട്ടിയ പൈസ ആയാലും മതി, എനിക്ക് മറ്റു വരുമാനങ്ങളുണ്ട്. അപ്പം ഏത് വഴിയിലാണെങ്കിലും ഒരു ലോൺ കിട്ടിയാലും എനിക്ക് കാറ് വാങ്ങിക്കാം. ഇനി ഞാൻ ലോട്ടറി സ്ഥിരമായിട്ട് എടുക്കുന്ന ആളാണ്, അപ്പം ലോട്ടറി ഭാഗ്യത്തിലൂടെ ആയിക്കോട്ടെ, ഏത് മാർഗേനയായാലും നല്ല മാർഗത്തിലൂടെ എനിക്ക് പണം വന്നു ചേർന്ന് എൻ്റെ ആഗ്രഹം സാധിച്ചു തരും. ഇതെൻ്റെ വിശ്വാസമാണ്. ഇത് അമ്മയാണ് എനിക്കതിന് വഴി തുറന്നു തരുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആദ്യം തന്നെ പേപ്പർ എടുത്ത് വയ്ക്കുക. 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പേപ്പറൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം. ഈ ആദ്യം തന്നെ ഇത് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഇനി തലേ ദിവസമായിപ്പോയി, എനിക്ക് നമ്മളെങ്ങനെയാണ് പേപ്പർ എടുക്കണേ, അത് പച്ചക്കർപ്പൂരം എവിടെ നിന്ന് കിട്ടും, ഏലക്ക എങ്ങനെ കിട്ടും എന്നൊക്കെ ഉള്ള ടെൻഷൻ വരാതിരിക്കാൻ ഒരു കവറ്, ഒരു പേപ്പറ്, അതുപോലെ തന്നെ പറ്റിയാൽ പച്ചക്കർപ്പൂരം അല്ലെങ്കിൽ സാധാ കർപ്പൂരം, കർപ്പൂരത്തിൻ്റെ ഒരു കഷ്ണവും ഒരു ഏലക്കയോ ഒരു ഗ്രാമ്പുവോ ഒരു ജാതിപത്ര. കാരണം സുഗന്ധദ്രവ്യങ്ങൾക്ക് ധനത്തെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളുടെ കൂടെ ഈ സുഗന്ധദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് ലക്ഷ്മീ ദേവിയാണ്. അപ്പം എല്ലാ ആഗ്രഹങ്ങളുടെ പിന്നിലും പണത്തിൻ്റെ ഒരു ആവശ്യം വരും. അപ്പോൾ സമ്പത്ത് വരുന്നതനുസരിച്ചിട്ട്, സമ്പത്ത് എന്ന് പറയുന്ന ധനം മാത്രമല്ല, സൽപ്പേര്, സച്ചിന്തകളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനൊക്കെയുള്ള ഒരുക്കങ്ങൾ ചെയ്തു വെച്ചുകൊണ്ട് 8-ാം തീയതി ഏത് സാഹചര്യത്തിലാണെങ്കിലും 1 മണി മുതൽ 2 മണി വരെയുള്ള സമയത്ത് ഒരു പേപ്പറിൽ നമ്മളുടെ ആവശ്യം പ്രകൃതി ശക്തി, അതായത് സൂര്യഭഗവാനായിക്കോട്ടെ, പ്രപഞ്ചമായിക്കോട്ടെ, ഗണപതി ഭഗവാനായിക്കോട്ടെ, നമ്മുടെ ഇഷ്ടദൈവമായിക്കോട്ടെ, ഈ അശ്വതി നക്ഷത്രമായതുകൊണ്ടാണ് അവരുടെ രാശിയുടെ അധിപനായ സുബ്രഹ്മണ്യ സ്വാമിയെയും അശ്വതി കേതു നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നത്, കേതു രാശിയിൽ കേതുവാണല്ലോ അവരുടെ ദശാനാഥൻ. കേതുവിൻ്റെ കാരകത്വം അന്നപൂർണേശ്വരിക്കും ഗണപതിക്കുമായതുകൊണ്ട് അവരെ കൂടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടദൈവത്തോടും കുടുംബദേവതയോടും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിത് എഴുതുവാണ്. എനിക്ക് അത് ഓരോരുത്തരുടെ ആവശ്യം, എൻ്റെ ആഗ്രഹം കാറാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം വേറെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ആവശ്യം, ചിലർക്ക് എൻ്റെ ബാധ്യതകളെല്ലാം തീരണം എന്നായിരിക്കും. അപ്പോൾ ബാധ്യത തീരണം എന്ന് പറയാതെ എനിക്ക് ധാരാളം സമ്പത്ത് കിട്ടാനുള്ള പണമെല്ലാം വന്നു ചേർന്ന്, അല്ലെങ്കിൽ സമ്പത്ത് വന്നു ചേർന്ന് സ്വസ്ഥമായ ഒരു ജീവിതം എനിക്ക് ഭഗവതി നൽകണം. അതിനിതാ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. എൻ്റെ ഈ ആവശ്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് പൈസ ഇതിലേക്ക് വരാം. അതിനുള്ളൊരു ശ്രമം ഉണ്ടായാൽ തന്നെ, ഒരു അനുഗ്രഹം, അമ്മയ്ക്ക് ഒരു ചെറിയ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഈ പൈസ ഭണ്ഡാരത്തിൽ, ദേവിയുടെ ഭണ്ഡാരത്തിലോ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭണ്ഡാരത്തിലോ ഗണപതിക്കോ സമർപ്പിക്കാം, അല്ലെങ്കിൽ ആ ആവശ്യത്തിന് ഉപയോഗിക്കാം. എന്തായാലും ഒരു രൂപയും ഒരു തുട്ടും, ഒരു നാണയവും ഒരു കറൻസിയും നേരത്തെ കരുതി വയ്ക്കുക. ഏറ്റവും ചെറിയ കറൻസിയും ഏറ്റവും ചെറിയ തുട്ടും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി എല്ലാ പ്രാവശ്യം ഇങ്ങനെ പൊതികെട്ടാൻ തന്നെ ഉപയോഗിച്ചാൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ബാധ്യത തീരുമല്ലോ എന്നൊക്കെ ആരെങ്കിലും ഇനി കമൻ്റ് ഇട്ട് അതുമായല്ലോ. അതുകൊണ്ട് നമ്മൾ പറയുന്നതെല്ലാം പല തുള്ളി പെരുവെള്ളം എന്നാണ്. എവിടെയാണ് മുട്ടുവിൻ തുറക്കപ്പെടുന്നതാണ്, ഏത് വഴിയാണ് നമ്മൾക്ക് അനുകൂലമായി വരുന്നതെന്ന് അറിയില്ല. വലിയ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാ തന്ത്രങ്ങളും നമ്മൾ പരീക്ഷിച്ചു നോക്കും. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ ആദ്യം തന്നെ ചെറിയ മരുന്ന് കൊടുത്തിട്ട് പിന്നീടാണ് വേഗത്തിലേക്ക് വരുന്നത്, ടെസ്റ്റ് ഡോസ് കൊടുക്കുന്ന പോലെയാണ്. അപ്പം അതുപോലെ നമ്മൾ ഓരോന്നും നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യൂ. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം, എന്നെ വിശ്വസിക്കുന്നവരോട് എനിക്ക് കടപ്പാടുണ്ട് എന്ന് ദേവതകൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും ദേവതകൾ നമ്മളെ
നമ്മളുടെ അനുഗ്രഹം സാധിച്ചു തരും. അവർ നമ്മൾക്ക് അനുഗ്രഹം തരികയും നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുകയും ചെയ്യും. അടുത്ത മൈത്രേയ മുഹൂർത്തത്തിന് മുമ്പ് ഈ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ആവശ്യം നമുക്ക് എഴുതാം. കാരണം മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒരു പരിധിയില്ലല്ലോ. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ മുഹൂർത്തങ്ങൾ തേടിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ ഒരു അനുസ്യൂത പ്രക്രിയയായിട്ട് പോവട്ടെ. ഓരോ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത ആവശ്യത്തിലേക്ക് കടക്കുവാനും ആവശ്യം നടത്തി തരുന്നതിന് അതിന് മാർഗനിർദ്ദേശം നൽകിയ ദേവതകൾക്ക് നന്ദി പറയുകയും ചെയ്യുക. ഈ മൈത്രേയ മുഹൂർത്തം, ഈ 2025 ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം 8/1/2025 12:26 മുതൽ 1:02 മണി വരെ ഉണ്ട്. പക്ഷെ 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് എല്ലാവരും അവനവൻ്റെ ആവശ്യങ്ങൾ എഴുതി ഒരു പേപ്പറിൽ ഒരു പച്ചക്കർപ്പൂരവും ഒരു നാണയവും ഒരു നോട്ടും കൂടി വച്ചിട്ട് ഒരു ഏലക്കയോ ഒരു ഗ്രാമ്പുവോ ഒരു ഇതെല്ലാം വച്ച് നല്ലോണം പൊതിഞ്ഞ് കവറിലാക്കുന്ന സമയത്ത് ഒന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് ആ കവറിൻ്റെ പുറത്ത് 8/1/2025 മൈത്രേയ മുഹൂർത്തം 1 PM to 2 PM എഴുതി വയ്ക്കുക. ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ അതങ്ങോട്ട് സമർപ്പിക്കുക. ഇങ്ങനെ നമ്മൾ പലത് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും നമുക്കെല്ലാം നടക്കണമെന്നില്ലെങ്കിലും ഒരു 90% നടന്നിരിക്കും. ഇതൊരു വിശ്വാസമാണ്. വിശ്വാസത്തോടുകൂടി 2025 ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം ഏറ്റവും നന്നായി ചെയ്യുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.